അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിൽ പി.വി. അൻവർ ഇഡിക്ക് മുന്നിൽ ഹാജരായി. ഇന്നലെ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരുന്നതെങ്കിലും എത്തിയിരുന്നില്ല. നേരത്തെ 2 തവണ നോട്ടീസ് നൽകിയിരുന്നു. നിതിൻ സേവ്യർ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, വിവരങ്ങൾ. ഈ KFC വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് പി.വി. അൻവറിനെ ഇപ്പോൾ ഇ.ഡി ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഈ പി.വി. അൻവറിന് നോട്ടീസ് നൽകിയിരുന്നു. ആരോഗ്യ കാരണങ്ങളാൽ ജനുവരി 7-ാം തീയതി ഹാജരാകുമെന്നായിരുന്നു ഇ.ഡിയെ മറുപടി അറിയിച്ചിരുന്നു. പക്ഷെ ഇന്നലെ അൻവർ ഇ.ഡിക്ക് മുന്നിൽ എത്തിയിരുന്നില്ല. പകരം ഇന്ന് രാവിലെ ഏകദേശം 10:30യോടെയാണ് ഇ.ഡി ഓഫീസിൽ പി.വി. അൻവർ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. നിലവിൽ പി.വി. അൻവറിനെ ഇവിടെ കൊച്ചിയിൽ ഇ.ഡി ഓഫീസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MLA ആയിരുന്ന കാലഘട്ടത്തിൽ ബിനാമി പേരുകളിലും ഒരേ വസ്തു തന്നെ ഈട് വെച്ചും KFCയിൽ നിന്നും കൃത്രിമം നടത്തി വായ്പ എടുത്തു എന്നാണ് കേസ്. ഒപ്പം ബിനാമി ഇടപാടുകൾക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇ.ഡി വൃത്തങ്ങൾ പറയുന്നത്. ഡ്രൈവറിന്റെയും ബന്ധുക്കളുടെയും പേരിൽ വായ്പ എടുത്ത ശേഷം മറ്റ് ബിസിനസ്സുകൾക്ക് വായ്പാ തുക ഉപയോഗിച്ചു എന്ന് ഇ.ഡി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഈ ബിനാമികളെ നേരത്തെ തന്നെ ഇ.ഡി ചോദ്യം ചെയ്യുകയും പി.വി. അൻവറിന്റെ ഒതായിലെ വീട്ടിലടക്കം വലിയ തോതിലുള്ള റെയ്ഡ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ.ഡി നടത്തുകയും ചെയ്തിരുന്നു. 2016 മുതൽ 21 വരെ, അതായത് MLA ആയിരുന്ന കാലഘട്ടത്തിൽ 50 കോടി രൂപയുടെ വർധനവ് പി.വി. അൻവറിന്റെ ആസ്തിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇ.ഡി കണ്ടെത്തിയിട്ടുള്ളത്. 14 കോടി നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.